തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. യഹോവ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിച്ച് അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് നയിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു മോശ. തന്റെ ജനനം മുതൽ അനേക പ്രതിബന്ധങ്ങളെ അതിജീവിച്ച മോശയെ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് യഹോവയായ ദൈവം തന്റെ ജനത്തിന്റെ കരച്ചിൽ കേട്ട് അവരെ അവരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കാനായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, കഴിവില്ലാത്തവനാണ്. എന്നാൽ ആ ദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടപ്പോൾ തന്നിൽ കണ്ടതായ വിശിഷ്ട ഗുണം യഹോവയായ ദൈവം പറഞ്ഞതെല്ലാം അപ്രകാരം താൻ അനുസരിച്ചു എന്നുള്ളതാണ്. അതിന് കാരണമെന്താണ്? അത് ദൈവത്തിലുള്ള തന്റെ വിശ്വാസമായിരുന്നു. 2 വട്ടം ഇസ്രായേൽ ജനത്തിന്റെ ദൈവത്തിലുള്ള അവിശ്വാസവും പിറുപിറുപ്പും തന്നെ സ്വന്തം ഇഷ്ടം പ്രവർത്തിപ്പാൻ ഇടയാക്കിയെങ്കിലും ദൈവം മോശയെപ്പറ്റി പറയുന്നത് ഭൂതലത്തിലെ സകല മനുഷ്യരിലും അതിസൗമ്യൻ എന്നാണ്. അങ്ങനെയുള്ള മോശയോടാണ് ദൈവം ഒരു സ്നേഹിതൻ എന്ന വണ്ണം സംസാരിച്ചത്. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തോട് അടുത്തു വസിച്ച മോശയോട് ഒരു സ്നേഹിതൻ എന്ന വണ്ണം ഇടപെടുവാൻ കാരണമായത് ദൈവത്തോടുള്ള തന്റെ അനുസരണവും വിശ്വാസവും തന്മൂലം അതിസൗമ്യനായി ജീവിക്കാൻ കഴിഞ്ഞതുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം എപ്രകാരമിരിക്കുന്നു? ദൈവീക കൽപ്പനകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾക്ക് അതനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അനുസരിക്കണമെങ്കിൽ നമ്മിൽ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. മോശ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും തന്റെ വിശ്വാസം വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് താൻ സൗമ്യനായതും ദൈവത്തിന്റെ സ്നേഹിതനായതും. നിങ്ങൾക്കും ഈ വിശേഷ ഗുണങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ സ്നേഹിതനായി ജീവിക്കാം. അതിനായി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.